നമസ്കാരം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടികൾക്ക് ശേഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട അവിശ്വസനീയമായിട്ടുള്ള വോട്ട് വർധനവ് BJP നേതൃത്വത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. 2021 വോട്ട് വിഹിതം 12% താഴ്ന്നത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറുകയും 2016 അപേക്ഷിച്ച് 10ഓളം മണ്ഡലങ്ങളിൽ വോട്ട് ചോർച്ച അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ തളർച്ചയെ മറികടന്നുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA ആകട്ടെ കേരളത്തിലുടനീളം ഏകദേശം 19.86% വോട്ട് നേടിയത് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു. 30-ലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ 20%-ലധികം വോട്ട് വിഹിതം ഉറപ്പിക്കാനായിട്ട് കഴിഞ്ഞതോടെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പാർട്ടി കണക്കുകൂട്ടി. ഈ വോട്ട് വർധനവിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റാർ മണ്ഡലങ്ങൾ എന്ന പുതിയ തന്ത്രം BJP സംസ്ഥാനത്ത് ആവിഷ്കരിച്ചത്. 35ഓളം മണ്ഡലങ്ങളിൽ അതീവ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ബാക്കിയുള്ള ഇടങ്ങളിൽ സാന്നിധ്യം അറിയിക്കുക മാത്രം ചെയ്യുക എന്നതായിരുന്നു ഈ ഒരു നീക്കത്തിൻ്റെ അന്തസ്സത്ത്. ഇതിൽ തന്നെ 10ഓളം മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പാണെന്ന ആത്മവിശ്വാസം ദേശീയ നേതൃത്വം പോലും പങ്കുവച്ചിരുന്നു. 10 സീറ്റുകളെങ്കിലും നേടിയാൽ കേരളത്തിലൊരു തൂക്കു മന്ത്രിസഭയ്ക്ക് സാധ്യതയുണ്ടെന്നും അങ്ങനെ വന്നാൽ ഭരണചക്രം തിരിക്കാനായിട്ട് BJPക്ക് കേരളത്തിൽ സാധിക്കുമെന്നുമുള്ള രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ അണിയറയിൽ സജീവമായി മാറി. ഇത് അണികളിൽ വലിയ രീതിയിലുള്ള ആവേശം സൃഷ്ടിച്ചെങ്കിലും തുടർന്ന് വന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിച്ച വേഗത്തിൽ മുന്നോട്ട് പോയില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ പ്രകടമാകാനായിട്ട് തുടങ്ങിയിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേടിയ തിളക്കമാർന്ന വിജയവും കൊല്ലം, കോഴിക്കോട് കോർപ്പറേഷനുകളിലും വിവിധ നഗരസഭകളിലുമൊക്കെ തന്നെ കൈവരിച്ച മുന്നേറ്റവുമൊക്കെ തന്നെ BJPയുടെ കരുത്ത് തെളിയിക്കുന്നതായിരുന്നു. എന്നാൽ ഇതേ ആവേശം സംസ്ഥാന വ്യാപകമായിട്ട് നിലനിർത്താനായിട്ട് കഴിഞ്ഞോ എന്ന കാര്യത്തിൽ സംശയങ്ങളൊക്കെ തന്നെ ഉയർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട 20%-ഓളം വരുന്ന ആ വോട്ട് വിഹിതം അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 15%-ലേക്ക് താഴുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. പ്രാദേശിക ഘടകങ്ങളും വ്യക്തിപരമായിട്ടുള്ള സ്വാധീനങ്ങളുമൊക്കെ തന്നെ മുൻതൂക്കം ലഭിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാൻ കേരള തലത്തിൽ വോട്ടുകൾ ഏകീകരിക്കുന്നതിൽ പാർട്ടി നേരിട്ട വെല്ലുവിളി ഇവിടെ വ്യക്തമായിരുന്നു. BJP നേരിട്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനുള്ള ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പദ്ധതികളുടെയൊക്കെ തന്നെ പാളിച്ചകളാണ്. പ്രത്യേകിച്ചും കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി തുടങ്ങിയ ജില്ലകളിൽ സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിൽ അധികാരം പിടിക്കാനാവൂ എന്ന് പാർട്ടിക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. എന്നാൽ ഈ മേഖലകളിൽ നിന്ന് ലഭിച്ച സൂചനകൾ NDAക്ക് അത്ര ശുഭകരമായിരുന്നില്ല. കാരണം ക്രൈസ്തവ സമുദായത്തെ ചേർത്ത് പിടിക്കാനുള്ള നയതന്ത്രം അത് പ്രായോഗിക തലത്തിൽ എത്തിക്കുന്നതിൽ BJP പരാജയപ്പെട്ടത് വലിയ തിരിച്ചടിയായി മാറി. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലൊക്കെ തന്നെ മധ്യ കേരളത്തിൽ വലിയ പ്രതിഫലനങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇവിടെ വിലയിരുത്തുകയാണ്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് BJP നടത്തിയ പ്രചരണങ്ങളിൽ വലിയ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവ പാലിക്കപ്പെടാത്തത് തീർച്ചയായിട്ടും വോട്ടർമാർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് വലിയ വികസന പാക്കേജുകളൊക്കെ തന്നെ ലഭിക്കുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന വേളയിൽ തലസ്ഥാനത്തിനായി പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് BJP പ്രാദേശിക നേതൃത്വം പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ബജറ്റിലോ തുടർന്നുണ്ടായ കേന്ദ്ര പ്രഖ്യാപനങ്ങളിലോ കേരളത്തിനോ തിരുവനന്തപുരത്തിനോ വേണ്ടിയിട്ട് പ്രത്യേകമായ പരിഗണന ലഭിക്കാതിരുന്നത് തീർച്ചയായിട്ടും പാർട്ടിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ ഗുണഫലങ്ങൾ എന്ന വാദത്തിന് മങ്ങലേൽപ്പിച്ചു. മണിപ്പൂർ കലാപം ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ കേരളത്തിലെ ക്രൈസ്തവ വോട്ടർമാരെ NDAയിൽ നിന്ന് അകറ്റാനായിട്ട് കാരണമായ മറ്റൊരു പ്രധാന നിർണായക ഘടകമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ പോരാട്ടങ്ങൾ എന്ന രീതിയിൽ BJP ഇതിനെ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും വിശ്വാസികൾക്കും നേരെ ഉത്തരേന്ത്യയിലൊക്കെ തന്നെ നടക്കുന്ന ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ അത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറി. സമുദായ നേതാക്കളും വിവിധ ക്രൈസ്തവ സംഘടനകളുമൊക്കെ തന്നെ ഈ വിഷയത്തിൽ പരസ്യമായിട്ട് ആശങ്ക പ്രകടിപ്പിച്ചു. ഇത് BJPയുടെ മതേതര പ്രതിച്ഛായയ്ക്ക് തന്നെ തിരിച്ചടിയാവുകയും മധ്യ കേരളത്തിലെ വോട്ടിംഗ് രീതിയെ തന്നെ സ്വാധീനിക്കുകയും ചെയ്തിരിക്കുകയാണ്. FCR നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം അത് ക്രൈസ്തവ സ്ഥാപനങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കിയതും രാഷ്ട്രീയമായി BJPക്ക് ദോഷകരമായി മാറിയിട്ടുണ്ട്. വിദേശ ഫണ്ടുകൾ സ്വീകരിക്കുന്ന 10,000-കണക്കിന് വരുന്ന അക്കൗണ്ടുകൾ അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും പലതും റദ്ദാക്കുകയും ചെയ്തത് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പത്തിന് കാരണമായി മാറി. സുതാര്യത ഉറപ്പാക്കാനാണ് ഈ നീക്കമെന്ന് സർക്കാർ വിശദീകരിച്ചെങ്കിലും പ്രത്യേക അതോറിറ്റിയുടെ നിയന്ത്രണത്തിലേക്ക് ഈ സ്ഥാപനങ്ങളുടെ സ്വത്തുക്കൾ വരുന്നത് തീർച്ചയായിട്ടും സമുദായത്തിനിടയിൽ ഭീതി പരത്തിയിട്ടുണ്ട്. ഇത് മധ്യ കേരളത്തിലെ സ്ഥാനാർത്ഥികളായിട്ടുള്ള ഷോൺ ജോർജ്, ജോർജ് കുര്യൻ, അതോടൊപ്പം തന്നെ PC ജോർജ് തുടങ്ങിയവരുടെയൊക്കെ തന്നെ വിജയപ്രതീക്ഷകളെ തളർത്താനായിട്ട് കാരണമായി മാറി. സ്ഥാനാർത്ഥി നിർണയത്തിലും ഘടകകക്ഷികൾക്ക് നൽകിയ സീറ്റുകളിലുമൊക്കെ തന്നെ BJP കാണിച്ച വിട്ടുവീഴ്ചകൾ ചില മണ്ഡലങ്ങളിലൊക്കെ തന്നെ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. 19 സീറ്റുകൾ 2020 ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് നൽകിയപ്പോൾ പലയിടത്തും ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ശബരിമല വിഷയത്തിൽ പോലും വ്യക്തമായ നിലപാട് സ്വീകരിക്കാത്ത സ്ഥാനാർത്ഥികൾ NDA മുന്നണിയുടെ ഭാഗമായി വന്നത്
പാർട്ടി അണികളിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. BJP ശക്തമായി മത്സരിക്കുന്ന ഇടങ്ങളിൽ പോലും ഇത്തരം ഘടകകക്ഷി സ്ഥാനാർത്ഥികളുടെ മോശം പ്രകടനം അത് മുന്നണിയുടെ ആകെ പ്രതിച്ഛായയും വോട്ട് വിഹിതത്തെയും ഒക്കെ തന്നെ താഴേക്ക് വലിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം തലസ്ഥാനത്തെ ഹൈ പ്രൊഫൈൽ മണ്ഡലങ്ങളായിട്ടുള്ള വട്ടിയൂർക്കാവാകട്ടെ, അതുപോലെ കഴക്കൂട്ടം എന്നിവിടങ്ങളിലൊക്കെ തന്നെ BJP വലിയ പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത്. വട്ടിയൂർക്കാവിൽ ആദ്യം BJPക്ക് അനുകൂലമായ കാറ്റ് വീശിയിരുന്നു എങ്കിലും അവസാന ഘട്ടത്തിലാകട്ടെ മത്സരം UDFും LDFും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു പോരാട്ടമായി മാറിയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതുപോലെ കഴക്കൂട്ടത്ത് കേന്ദ്രമന്ത്രി V മുരളീധരന്റെ സാന്നിധ്യം BJPക്ക് കരുത്താണെങ്കിലും സിറ്റിംഗ് MLAയുടെ സ്വാധീനം മറികടക്കുക എന്നത് തീർച്ചയായിട്ടും വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇത്തരം പ്രസ്റ്റീജ് മണ്ഡലങ്ങളിലെ ഫലം അത് BJPയുടെ ഭാവി രാഷ്ട്രീയത്തിൽ നിർണായകമായി മാറും. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം വലിയ തരംഗം സൃഷ്ടിച്ചെങ്കിലും അവസാന ഘട്ടത്തിലെ വിവാദങ്ങളൊക്കെ തന്നെ പാർട്ടിയെ ഏറെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. വോട്ടിന് നോട്ട് എന്ന വിവാദത്തിൽ ശോഭാ സുരേന്ദ്രൻ സ്വീകരിച്ച നിലപാടുകളും പത്രപ്രവർത്തകരോടുള്ള അവരുടെ പ്രതികരണങ്ങളുമൊക്കെ തന്നെ നിഷ്പക്ഷ വോട്ടർമാരെ അകറ്റിയോ എന്നുള്ള സംശയവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മികച്ച രീതിയിൽ പ്രചരണം തുടങ്ങിയ ശോഭാ സുരേന്ദ്രനെ വിജയസാധ്യത കൽപ്പിച്ചിരുന്നെങ്കിലും ഈ വിവാദങ്ങളാകട്ടെ തിരിച്ചടിയായേക്കാം. ഇങ്ങനെ പാലക്കാട്ടെ BJP വോട്ട് ആ ഒരു വോട്ട് ബാങ്ക് തീർച്ചയായിട്ടും സുരക്ഷിതമാണെന്നും വിജയം തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും പാർട്ടി നേതൃത്വം വിശ്വസിക്കുന്നുണ്ട്. കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങളൊക്കെ തന്നെ BJPയുടെ പരമ്പരാഗത കരുത്തുറ്റ മണ്ഡലങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ തവണ നേരിയ വോട്ടുകൾക്ക് നഷ്ടപ്പെട്ട മഞ്ചേശ്വരം ഇത്തവണ തിരിച്ചുപിടിക്കാനായിട്ട് K സുരേന്ദ്രൻ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് മറിയുമോ എന്നതാണ് പ്രധാന ചോദ്യം. SDPI പോലെയുള്ള സംഘടനകളുടെയൊക്കെ തന്നെ നിലപാടുകളും ഈ മണ്ഡലങ്ങളിൽ ഏറെ നിർണായകമായി മാറും. BJP അക്കൗണ്ട് തുറക്കാനുള്ള ഏറ്റവും വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഈ വടക്കൻ മണ്ഡലങ്ങളിൽ തന്നെയാണ്. സംസ്ഥാന ഭരണത്തിലേക്കുള്ള ദൂരം BJPക്ക് ഇപ്പോഴും അകലെയാണെന്ന തിരിച്ചറിവ് വോട്ടർമാർക്കിടയിലുണ്ട്. കേന്ദ്രത്തിൽ മോദി സർക്കാർ വീണ്ടും വരുമെന്ന ഉറപ്പുള്ളതിനാൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത പലരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെയോ അല്ലെങ്കിൽ LDFനെയോ ഒക്കെ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രവണതയാണ് കേരളത്തിൽ കാണുന്നത്. ഭരണം ആര് പിടിക്കുമെന്ന തർക്കം UDFും LDFും തമ്മിൽ മാത്രമായിട്ട് ഇപ്പോൾ ചുരുങ്ങുമ്പോൾ BJPക്ക് മൂന്നാം കക്ഷിയായി മാത്രം ഒതുങ്ങേണ്ടി വരികയാണ്. ഇതാകട്ടെ നിഷ്പക്ഷ വോട്ടുകളെ പാർട്ടിയോടെ അടുപ്പിക്കുന്നതിൽ വലിയ തടസ്സമായി ഇപ്പോൾ നിൽക്കുകയാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അതിജീവനത്തിൻ്റെ ഒരു പോരാട്ടം തന്നെയാണ്. മലബാർ മേഖലയിൽ പ്രകടമായ അനുകൂല തരംഗവും മധ്യ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകളുടെയൊക്കെ തന്നെ തിരിച്ചുവരവും തീർച്ചയായിട്ടും UDFന് വലിയ മേൽക്കൈ നൽകുന്നുണ്ട്. 90-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്ന അവകാശവാദങ്ങൾക്ക് ഈ തരംഗം അടിസ്ഥാനമാണ്. ഭരണവിരുദ്ധ വികാരം വോട്ടായിട്ട് മാറുകയാണെങ്കിൽ UDFന് അത്ഭുതകരമായിട്ടുള്ള വിജയം നേടാനായിട്ട് കഴിഞ്ഞേക്കും. മറുവശത്ത് ഇടതുപക്ഷത്തിന് ഭരണം നിലനിർത്തണമെങ്കിൽ ഈ തരംഗത്തെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കേണ്ടതുണ്ട്. കാരണം BJPയുടെ വോട്ട് വിഹിതം 17 അല്ലെങ്കിൽ 18% കുറയാനുള്ള സാധ്യതയാണ് നിലവിൽ പ്രവചിക്കപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് വിഹിതം അതേപടി നിലനിർത്താനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും ചില മണ്ഡലങ്ങളിലൊക്കെ തന്നെ വോട്ടുകൾ കേന്ദ്രീകരിച്ചാൽ 1 മുതൽ 3 വരെ സീറ്റുകൾ NDAക്ക് ലഭിച്ചേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ കേരളം മുഴുവനുള്ള മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനായിട്ട് BJPക്ക് ഇനിയും ദീർഘകാലം സമയം വേണ്ടിവരും. കാരണം അടിസ്ഥാന വർഗ്ഗങ്ങളിലേക്കും ന്യൂനപക്ഷങ്ങളിലേക്കും പാർട്ടിക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങാൻ കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്യധികമായിട്ട് കേരളത്തിൻ്റെ ജനാധിപത്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് വോട്ടർമാരുടെ വിവേകമാണ്. ആരധികാരത്തിൽ വന്നാലും അത് ജനങ്ങളുടെ ഹിതം തന്നെയായിരിക്കും. വോട്ടിംഗ് ശതമാനത്തിൽ കാണുന്ന വർധനവ് അത് തീർച്ചയായിട്ടും ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾക്കുള്ള അവരുടെ വിശ്വാസമാണ് ഇവിടെ തെളിയിക്കുന്നത്. രാഷ്ട്രീയ ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും അപ്പുറമായിട്ട് വികസനവും സമാധാനവും ആഗ്രഹിക്കുന്ന ഒരു സമൂഹമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. ഫലം എന്തു തന്നെ ആയാൽ തീർച്ചയായിട്ടും അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ പുതിയ ദിശയിലേക്ക് നയിക്കുമെന്ന കാര്യം ഉറപ്പാണ്.